മാം, കേരളത്തിൽ പ്രസവാവധി എന്ന വാക്കിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ടതാണ് കുസുമമാർ പുന്നപ്ര എന്ന പേര് കൂടി. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ പൊതുവെ ഐ.ടി മേഖല, സ്വാശ്രയ മേഖല, അതുപോലെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ കരാർ ജീവനക്കാരായ സ്ത്രീകൾ, ഈ 3 മേഖലകളിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ട് കുസുമമാർ പുന്നപ്ര എന്ന് പറയുന്ന വ്യക്തി. ഈ 3 മേഖലകളിലെയും സ്ത്രീകൾക്ക് പ്രസവാവധി ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ആ മേഖലയിലേക്ക് ഇതൊരു നിയമമായി മാറാൻ കാരണക്കാരി കൂടിയാണ്. പക്ഷേ സ്വയം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെ ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് എത്തി? എങ്ങനെയാണ് ഈ 3 മേഖലകളിൽ, അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്? ഒപ്പം ഇതിന്റെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ കൂടി ഇപ്പോൾ നേരിടുന്നുമുണ്ട്. എങ്ങനെ വിലയിരുത്താം? ഞാനൊരു ശരിക്കും കേരള കൗമുദി ആ വാക്ക് ഉപയോഗിച്ചത്, അതായത് ഒരു സാധാരണക്കാരിയുടെ അസാധാരണ പോരാട്ടമായിരുന്നു. അതായത് ഞാൻ ഒരു സാധാരണക്കാരിയായ ഒരു ഉദ്യോഗസ്ഥയായ വീട്ടമ്മയായിരുന്നു. അപ്പൊ ഈ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഞാൻ ഒരു ബസ് യാത്രയിൽ കേട്ട 2 പെൺകുട്ടികളുടെ പെൺകുട്ടികളെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, എന്റെ മോളുടെ പ്രായമുള്ളായിരുന്നു. ആ സംഭാഷണത്തിൽ നിന്നാണ് ഞാൻ ഇതിന് തുടക്കം കുറിച്ചത്. അതായത് ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയുന്നത്, ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കുക, എടി പ്രസവിച്ച് കഴിഞ്ഞ് ചെന്നപ്പം എന്നെ ബെഞ്ചിലിരുത്തി, എനിക്ക് പ്രോജക്റ്റ് തന്നില്ല, പ്രസവിക്കുന്ന ഇത്രയും വലിയ കുറ്റമാണോ എന്ന്. അത് കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മക്കളെ പ്രസവിച്ച ഒരു അമ്മയായിരുന്നു ആണെങ്കിൽ എന്റെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി. കാരണം പ്രസവിക്കുന്നത് ഇത്രയും വലിയ കുറ്റമാണോ എന്നാണ് ചോദിക്കുന്നത് മറ്റവള്. അപ്പൊ ഞാൻ മിണ്ടാതിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് ഐ.ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെന്ന്. കമ്പനിയുടെ ഒക്കെ പേര് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അപ്പോഴേ അത് മനസ്സിൽ കുറിച്ചിട്ടു. എന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ ഞാൻ എന്റെ വീട്ടിൽ പണിയെല്ലാം തീർന്നിട്ട് ഞാനൊരു എഴുത്തുകാരിയും കൂടെ, എനിക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം. എന്റെ ആർട്ടിക്കിളൊക്കെ ഒരുപാട് പേപ്പറുകാർ ചോദിച്ചു മേടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത കേരളം. അപ്പൊ ഇപ്പൊ 14 ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തു. അതില് ബാലസാഹിത്യം ഒക്കെ ഉണ്ട്. എന്റെ ലേറ്റസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്റെ പ്രവർത്തനത്തിന്റെ ബുക്ക്. അപ്പൊ അങ്ങനെ എനിക്ക് എഴുതാനുള്ള, എനിക്ക് ഈശ്വരനെ ഇതിന് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇതിനു വേണ്ടിയിട്ട് ദൈവം ഭൂമിയിലേക്ക് വിട്ടതുപോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് എഴുതാനുള്ള കഴിവ് കിട്ടി. കാരണം ചൈൽഡ് ആയിരുന്നപ്പോഴേ എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള അവസരം എന്റെ അമ്മ ഉണ്ടാക്കി തന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അടുത്ത വീട്ടിലെ അമ്മൂമ്മമാരെ സഹായിക്കുക, അടുത്ത വീട്ടിൽ അവർക്ക് വല്ലതും വേണമെങ്കിൽ കടയിൽ ചെന്ന് മേടിച്ചു കൊടുക്കുക. അപ്പൊ ഒരു കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്ന അത് സമൂഹത്തിന് അസറ്റായിട്ട് മാറുന്നെന്ന് പറഞ്ഞാൽ ചെറുതിലെ അതിന് കൊടുക്കുന്ന ആ ഒരു പ്രാക്ടീസും കൂടാണ്, മോൾഡ് ചെയ്തെടുക്കുക എന്നാണ് ഞാൻ അതിനെ പറയുന്നത്. അപ്പം ഇത് കേട്ട ഞാന് പിറ്റേ ദിവസം നേരെ ഞാൻ എന്റെ റിട്ടയർമെന്റിന്റെ സമയം കഴിഞ്ഞിട്ടായിരുന്നു. റിട്ടയർഡ് ആയി കഴിഞ്ഞു. റിട്ടയർ ആകുന്നതിന് മുമ്പ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴേ ജോലി തെറിക്കും. കാരണം ഞാൻ ഒരു ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജെഇ ആയിട്ടാണ് ഞാൻ റിട്ടയർഡ് ആയത്. അപ്പം എനിക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ റിട്ടയർമെന്റിന്റെ അവിടെയുള്ള മാസങ്ങൾ, അടുത്ത മാസങ്ങളിലായിരുന്നു ഈ സംഭാഷണം കേട്ടത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് നമ്മുടെ തിരുവനന്തപുരം ലേബർ കമ്മീഷന്റെ ഓഫീസിലേക്കാണ് പോയത്. അദ്ദേഹത്തിന് ചെന്ന് കണ്ടു. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി മാഡം, റിട്ടയർമെന്റിൽ എന്തെങ്കിലും ഗ്രാറ്റുവിറ്റിയുടെ എന്തെങ്കിലും പ്രശ്നം വന്നോ, അതിനാണോ വന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാറേ, ഞാൻ വേറൊരു കാര്യത്തിനാണ് വന്നത്. അപ്പൊ ചോദിച്ചു, കാര്യമൊന്നും. ഞാൻ പറഞ്ഞു, ഇന്നതാണ് എനിക്ക് അറിയേണ്ടത്. ഐ.ടി പാർക്കിലെ തൊഴിലാളികളെന്നേ പറയാൻ പറ്റുള്ളൂ, ജീവനക്കാരുടെ ആ നിയമങ്ങളാണ് പ്രത്യേകിച്ച് എനിക്ക് അറിയേണ്ടത്. പ്രസവാവധിയുടെ കാര്യമെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, മാഡം ഞാൻ പറഞ്ഞെന്ന് പറയരുത്, കാരണം ഞാൻ സർവീസിൽ ഇരിക്കുന്ന ആളാണ്. നാളെ എനിക്ക് ഒരു സസ്പെൻഷനോ ഡിസ്മിസോ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഞാൻ എല്ലാം പറഞ്ഞു തരാം, മാഡത്തിനുള്ള അതേ നിയമങ്ങൾ തന്നെ ഇവർക്കുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അന്തിച്ചു പോയി. കാരണം ഞങ്ങൾ എത്ര ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ അവിടെ സമയത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ജോലിയുടെ സമയം, പ്രസവിക്കാൻ 2 മെറ്റേണിറ്റി ലീവ് സാലറിയോട് കൂടി 6 മാസത്തെ സുഖമായിട്ട് കുഞ്ഞിന് പാല് കൂട്ടാൻ അകത്ത് ഡേ കെയർ സംവിധാനം. അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു ഇവർക്ക് ഉണ്ടാകേണ്ടിരുന്നത്. അതിന് പകരം പ്രഗ്നന്റ് ആകുമ്പോൾ പിരിച്ചുവിടല്, ജോസഫയെ പ്രസവിച്ച് വന്നിട്ട് ബെഞ്ചിലിരുത്തുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. കാരണം എന്റെ മോള് ഐ.ടിയിലായിരുന്നു. അവളോട് ചോദിച്ചു, എന്താ മോളെ ബെഞ്ചിലിരുത്തുക? അവളിപ്പോ ഇവിടെ ഇല്ല. ഈ നിയമങ്ങളുടെ ഇത് കണ്ടാണ് വെളിയിൽ പോയത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിട്ട് വെളിയെന്ന് പറഞ്ഞാൽ UK-യിലാണ് അവളിപ്പോ.
അപ്പം പിന്നെ ഇത് ഇവിടം വിട്ട് കുട്ടികളെ വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നതും കൂടെ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചവൻ ബെഞ്ചിലിരുത്തുക എന്ന് പറഞ്ഞാല് ജോലി കൊടുക്കാതെ, ജോലിയുള്ള ഹെവി വർക്കുള്ള സ്ഥലത്ത് പിന്നെ വർക്ക് കൊടുക്കാതെ ഒരു പിന്നെ വർക്കില്ലാത്ത റെസ്റ്റ് റൂമിൽ ഇരുന്നിട്ട് കുറെ ദിവസം കഴിയുമ്പോൾ പിരിച്ചുവിടലാണ്. അപ്പൊ അതായിരുന്നു നടന്നത്. അപ്പോഴ് പിന്നെ അന്നേരം സാറ് പറഞ്ഞു, നിങ്ങളുടെ അതേ നിയമങ്ങളാണ്, വേറെ ഒന്നുമല്ല. മാഡത്തിന് ഏതൊക്കെ നിയമമാണെന്ന് വെച്ചാൽ അതെല്ലാം ഇവരും പാലിക്കാൻ ബാധ്യസ്ഥരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പിറ്റേ സാറിന്റെ ഡേറ്റ എല്ലാം കിട്ടിക്കഴിഞ്ഞ് ഞാൻ വന്ന് അന്ന് രാത്രി ഞാൻ കുത്തിയിരുന്ന് ഒരു ആർട്ടിക്കിൾ എഴുതി, പ്രസവിക്കാനും പാലൂട്ടാനും അനുവദിക്കണം. ഞാൻ അതിൽ മാത്രമേ കയറി പിടിച്ചുള്ളൂ. അത് നേരെ മാതൃഭൂമിയിൽ കൊണ്ടു കൊടുത്ത് അവരവരുടെ എഡിറ്റോറിയൽ പേജിൽ ആണ് അതിട്ടത്. അതായത് ഞാൻ ലേബർ കമ്മീഷന്റെ ഓഫീസിൽ ചെന്നു, ഈ വിവരം അറിഞ്ഞു. അന്ന് രാത്രി ഞാൻ വന്ന് പിന്നെ ആർട്ടിക്കിൾ എഴുതി. പിറ്റേ ദിവസം അതായത് 2014 മെയ് 30, എനിക്ക് ആ ഡേറ്റ് കറക്റ്റ് ഓർമ്മയാണ്. കാരണം അത്രയ്ക്ക് എനിക്ക് ഫോൺ വിളി വന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അപ്പൊ ആ ആർട്ടിക്കിൾ കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ 3-ാം ബുക്ക് അവരത് പബ്ലിഷ് ചെയ്ത്. അതിന്റെ 3-ാം അന്ന് എനിക്ക് ഇഷ്ടം പോലെ വിളിയാ വന്നത്. കാരണം ഈ അവര് എന്റെ ഫോൺ നമ്പറും കൂടെ കൊടുത്തിരുന്നു. അന്ന് ഇവിടെ ഉള്ള കേരളത്തിന് ഉള്ളത് തന്നെയല്ല, വിദേശത്തു നിന്നുള്ളവർ പോലും ഈ പേപ്പർ വായിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. ഏറ്റവും നല്ല ഒരു പിന്നെ ഇത് ആർട്ടിക്കിൾ ആയിരുന്നു മാഡം. ഇത് ഇങ്ങനെ ആർട്ടിക്കിളായിട്ട് മാത്രം വിട്ടാൽ പോരാ, ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ പോയി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അല്ല ഞാൻ ചെയ്തത്, നേരെ ഇതിനെ ഈ ആർട്ടിക്കിളും കൂടെ വെച്ചിട്ട് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് മൂവ് ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ എനിക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവാണ് ഇട്ട. എതിർകക്ഷികള് തൊഴിൽ വകുപ്പ് മന്ത്രി, പിന്നെ ലേബർ മിനിസ്റ്ററുമായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു ഷിബു ബേബി ജോൺ ആയിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രി, ലേബർ മിനിസ്റ്ററും ലേബർ കമ്മീഷണറും. ഇവർ രണ്ടുപേരുമാണ് അതിന്റെ എതിർകക്ഷികളായിട്ട് വന്നത്. അപ്പൊ എനിക്ക് അനുകൂലമായിട്ട് ഉത്തരവിട്ടു. ഞാന് അതും കൊണ്ട് നേരെ ലേബർ കമ്മീഷന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഡത്തിന്റെ ആർട്ടിക്കിൾ സഹിതം ഫയലാക്കി കഴിഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ പുറകെ ഞാൻ 3 വർഷം നടക്കുമായിരുന്നു. ഡെയിലി ഞാൻ ഫയലിന്റെ ഫോളോ അപ്പ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇതിന്റെ ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് കൊടുത്തത് ഈ നിയമം പിന്നെ ഇവരെയും കൂടെ ഉൾപ്പെടുത്തി. അതായത് 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അമെൻഡ് ചെയ്യുകയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഇത് അമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് പാലിച്ചാൽ മാത്രം മതിയായിരുന്നു, നിയമം പാലിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഇത് കയറി ഇറങ്ങി എന്നെയും കൂടെ ടെക്നോ പാർക്കില് പിന്നെ ഇതിനൊക്കെ വിളിച്ചു, പിന്നെ ചർച്ചയ്ക്കൊക്കെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രകാരം. അപ്പോഴേക്കും ഞാൻ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിന്റെ ബുക്ക് ഇവിടെ നിയമം വിൽക്കുന്ന കടകളുണ്ട് ഈ തമ്പാനൂർ. അവിടെ ചെന്ന് ഞാൻ ആ ബുക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഒന്നുകൂടെ സ്റ്റഡി ചെയ്തു. കാരണം പിന്നീട് എനിക്ക് ഇരിക്കപ്പുറതിയില്ലായിരുന്നു. കാരണം ഇതിന്റെ എല്ലാ വശങ്ങളും ഞാൻ മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളായിരുന്നു. കാരണം നമ്മൾ ഏതിനെ ഇറങ്ങി തിരിച്ചാലും അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ അതില് പറഞ്ഞിരിക്കുന്ന 11-ാം വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഡേ കെയർ സംവിധാനമാണ്. അതായത് പിന്നെ അമ്മ പ്രസവിച്ച് കുഞ്ഞിനെ ആയിട്ട് ചെല്ലണം, 6 മാസത്തെ പ്രസവാവധി സാലറിയോടുകൂടി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് അമ്മയ്ക്ക് 2 ഇന്റർവെൽ കൊടുക്കണം, നഴ്സിംഗ് ബ്രേക്ക് എന്ന് പറയും അതിന് കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള സമയം. അത് പിന്നെ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് 500 മീറ്ററിനുള്ളിൽ വേണം ആ ഡേ കെയർ സംവിധാനം കൂടെ കൊടുക്കാൻ. അമ്മയ്ക്ക് കുഞ്ഞിന് പാലൂട്ടാനുള്ള ഡേ കെയർ സംവിധാനമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിനു മുമ്പ് വരെ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അറിയാമല്ലോ, പിന്നെ ഏത് സ്ത്രീക്കും അറിയാം, പിന്നെ അവള് പ്രസവിച്ചു കഴിയുമ്പം പാല് കുഞ്ഞിന് കൊടുക്കാനുള്ളത് എപ്പോഴും റെഡി ആയിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ആ പാല് കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ അവയവത്തിന് വീണ്ടും അസുഖമായിട്ട് വരും, അത് പഴുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചെയ്യുന്നത് സ്ത്രീകള് ടോയ്ലറ്റിൽ പോയി ഈ പാല് പിഴിഞ്ഞു കളയുകയായിരുന്നു ചെയ്തോണ്ടത്. ഞാൻ ഡേറ്റ ഒരുപാട് എടുത്തിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പിന്നീട് മൂവ്മെന്റ് നടന്നത്. അതായത് അത്രയ്ക്ക് ഒരു നീചമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. കാരണം ആ സ്ത്രീയുടെ പാല് വളരെ മാനസിക വേദനയോടുകൂടിയാണ് കുഞ്ഞിന് കുടിക്കേണ്ട പാല് ടോയ്ലറ്റിൽ പിഴിഞ്ഞു കളയും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് 2014 തൊട്ട് 17 IT മേഖലയിലെ സ്ത്രീകൾക്ക് പ്രസവാവധിക്കുള്ള എല്ലാ നിയമമായി. അവർക്ക് അകത്ത് ഡേ കെയർ സംവിധാനത്തിന് ഇപ്പോൾ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും അകത്ത് ഡേ കെയറും കൊടുത്തിട്ടുണ്ട്.
യെസ്, എന്തായാലും ഈ രീതിയിൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ഇത്തരം പദ്ധതികളിലേക്കൊക്കെ എത്തിയത്. ഏറെക്കുറെ അത് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ്. IT മേഖലയിൽ ആദ്യമായി പ്രസവാവധി എന്ന് പറയുന്നത് ഒരു നിയമമായി തന്നെ കൊണ്ടുവരുന്നതിന് കാരണക്കാരിയായതിനുള്ള ഒരു പേര് കൂടിയാണ് കുസുമമാർ പുന്നപ്ര എന്നുള്ളത് വ്യക്തമാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.